ഇതാണ് നമ്മൾ ഡൽഹിയിൽ സ്റ്റേ ചെയ്ത പ്ലേസ്, സൈനി ഹോം സ്റ്റേ. ഏതായാലും രാവിലെ 9 മണിയധികം ചെക്കൗട്ട് ചെയ്തു, നേരെ ബസ് സ്റ്റാൻഡിലെത്തി ബസ് പിടിച്ചു. ഇനി നമ്മൾ പോകുന്നത് നേരെ മൊറാദാബാദിലേക്കാണ്. പിന്നെ മൊറാദാബാദിൽ നിന്ന് നേരെ നൈനിതാളിലേക്ക്. നൈനിതാൾ 119 കിലോമീറ്റർ. നമുക്ക് നൈനിതാളിൽ ഡയറക്റ്റ് ഇല്ല. സോ ഹൽദ്വാനി പോയിട്ട് ഹൽദ്വാനിയിൽ നിന്ന് അടുത്ത ബസ് ട്രെയിൻ കയറണം. അപ്പോൾ നമ്മൾ രാംപൂർ വന്ന് ബസ് ഇറങ്ങി. രാംപൂരിൽ നിന്ന് ഇനി ഹൽദ്വാനി. ഹൽദ്വാനി എത്തിയപ്പോഴത്തേക്കും കാലാവസ്ഥ മൊത്തം മാറിയായിരുന്നു കേട്ടോ. നല്ല മഴക്കോളായി. ഹൽദ്വാനി എത്തിയപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങുകയും ചെയ്തു. നല്ല മഴ എന്ന് പറഞ്ഞാൽ എന്നാ പറയണ്ടേ, തുള്ളിക്കൊരുകൂടെ മഴ. അങ്ങനെ നമ്മൾ ഹൽദ്വാനി ബസ് സ്റ്റാൻഡിലെത്തി. ഹൽദ്വാനി ബസ് സ്റ്റാൻഡിൽ നിന്ന് നൈനിതാളിലേക്ക് പകൽ മാത്രമേ ബസ്സുള്ളൂ, രാത്രി ബസ്സില്ല. ഒരു 6 മണി കഴിഞ്ഞാൽ ബസ്സില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഷെയർഡ് ടാക്സി പിടിച്ചു. പിന്നെ നേരെ ഷെയർഡ് ടാക്സിക്കാണ് നമ്മൾ നൈനിതാളിന് പോകുന്നത്. ഫൈനലി നമ്മൾ നൈനിതാളിലെത്തി. ഇവിടെയാണ് നമ്മളടുത്ത് സ്റ്റേ ചെയ്ത ഹോട്ടൽ. നല്ല അടിപൊളി വ്യൂ കേട്ടോ. രാത്രി സമയം 9:30 ആയപ്പോഴത്തേക്ക് നമ്മളെത്തി. രാവിലെ 9:30ക്ക് 10 മണിക്ക് ഡൽഹിയിൽ നിന്ന് വിട്ടതാണ്. താഴോട്ട് ഭയങ്കര മലയൊക്കെയാണ്. നാളെ രാവിലെ കാണാം ക്ലിയറായിട്ട്. ചെറിയൊരു ഇടവഴിയാണ്. ഈ വഴി നടന്നാൽ ഇവിടെ നൈനി ലേക്കിൽ എത്തുമെന്ന് പറഞ്ഞു. നമ്മുടെ നൈനിതാളിലെ മെയിനായിട്ടുള്ള ലേക്കാണ് നൈനി ലേക്ക്. വന്ന് സ്വെറ്ററൊക്കെ ഇട്ടു. ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങി കേട്ടോ. നമുക്ക് നടന്നു നോക്കാം. നൈനിതാൾ ടൗൺ അടുത്തോട്ടോ. തണുത്ത കാറ്റ്. ഇവിടെയൊക്കെ ഉണ്ട്, ഹോട്ടലുണ്ട്. ഇതൊക്കെ ചെറിയ മെയിൻ റോഡ് സൈഡിലാണ്ട് നല്ല വില കേട്ടോ. നമ്മളോട് ഇവർ റേറ്റ് പറഞ്ഞേക്കുന്ന 2500 സ്റ്റാർട്ട് ചെയ്തിട്ടാണ് 1500 കൊണ്ട് ഒതുക്കിയത്. 1000 ഒതുക്കി. ഇതാണ് നൈനിതാളിലെ ഇവിടെ കാർ പാർക്കിംഗ് സ്റ്റാൻഡ്. ഇവരുടെ ടാക്സി സ്റ്റാൻഡ്. ഈ ടാക്സി സ്റ്റാൻഡ് കഴിയുമ്പോൾ തൊട്ട് മുകളിലാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഇതാണ് നൈനിതാളിലെ ബസ് സ്റ്റാൻഡ് കേട്ടോ. വലിയ ബസ് സ്റ്റാൻഡൊന്നുമില്ല. 3-4 UP ഉത്തരാഖണ്ഡ് ബസ്സിൻ്റെ ബസ് കിടപ്പുണ്ട്. ചെറിയ ബസ് സ്റ്റാൻഡാണ്. 5-6 ബസ് കിടക്കും. ചെറിയ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിന് ബസ് സ്റ്റാൻഡിന് ഇവിടെ തൊട്ടടുത്ത് കഴിയുമ്പോഴേക്കും ഇവിടെയാണ് നമ്മുടെ നൈനി ലേക്ക്. ഇതാണ് നൈനിതാൾ അല്ലേ, നൈനി ലേക്ക്. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. പ്രീ വെഡിങ് ഷൂട്ടാണെന്ന് തോന്നുന്നു. നല്ല തണുപ്പ്, മൂൺലൈറ്റ്, നല്ല കുന്ന്. ഇവിടെ നൈനി ലേക്ക്. ചുറ്റിനും എന്നാ പറയണ്ടേ, മൊത്തം റിസോർട്ടുകൾ, ഒരുമാതിരി സ്റ്റാർസ്, നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നോലുള്ളൊരു അവസ്ഥയല്ലേ. എല്ലായിടത്തും വെട്ടം ലൈറ്റ്. നടുക്കിലേക്ക് ചുറ്റിനും കുന്നുകൾ. നാളെ രാവിലത്തെ വൈകുന്നേരത്തെ വ്യൂ നമുക്കിവിടെ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇതാണ് ഇവിടെ നൈനിതാളിലെ സിറ്റി. നമുക്ക് നാളെ മൊത്തം വിശദമായിട്ട് കാണാം. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നല്ല മാർക്കറ്റിൽ കൂടെ ഒന്ന് കണ്ട് കറങ്ങാമെന്ന് വെച്ചു. സമയം രാത്രി 10 മണി 10:30 ആവുന്നു കേട്ടോ. ഏതായാലും ഇത് ചെറിയൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കണ്ടുവരാം. ഇതെന്തോരുണ്ടെന്നറിയില്ല. ചെറിയൊരു കുന്നൊക്കെ ഇടവഴിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കിരാണ സാധനങ്ങളും ചെറിയ ബേക്കറിയും ഹോട്ടലൊക്കെ ഉള്ള ഭക്ഷണം കിട്ടുന്ന കടയാണ്. നല്ല പുഴുത്ത കോഴിയൊക്കെ ഇരിക്കുന്നു. ഇതിലേക്ക് ഇറങ്ങിയ ഇടവഴിയുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിനുള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോട്ടലൊക്കെ വിലക്കുറവായിരിക്കും. ഇതിലൊരു കുന്നിലേക്ക് കയറി പോകുന്ന വഴിയാണ്. എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ. हॉस्टल 24 बैकपैकर्स. अरे ये तो मैं ऑनलाइन में देखा है. ये हॉस्टल बैकपैकर्स 24 hours. ഇതിൽ ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പം ഗോവ വീക്കിൽ നോക്കിയപ്പം 800 രൂപയായിരുന്നു കേട്ടോ. ഇത് ഹോസ്റ്റലാണെന്ന് തോന്നുന്നു. 24 ഹോസ്റ്റൽ ബാക്ക്പാക്കേഴ്സ് ഞാൻ നോക്കിയായിരുന്നു. ഇത് കണ്ടായിരുന്നു ഞാൻ. പക്ഷെ നമുക്ക് ലൊക്കേഷൻ എവിടെ നമുക്ക് അറിയില്ലായിരുന്നു. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ, ഡിസ്ട്രിക്ട് കോർട്ട്, ധർമ്മശാല
DM റെസിഡൻസ്. ധർമ്മശാല നമ്മൾ നോക്കിയായിരുന്നു, പക്ഷേ റൂം കാലിയില്ല. അതുകൊണ്ട് നമ്മൾ ധർമ്മശാല പോകാഞ്ഞ്, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് റൂം കിട്ടിയാനെ. ഉണ്ടാവും വലിയൊരു പോത്ത് നിൽക്കുന്നു. ദൈവം, അവൻ്റെ ഇടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഞ്ചറായി പോകും. 1-2 കിലോമീറ്ററിലും പോകും. തണ്ടേ തണ്ടേ, തണുപ്പേ തണുപ്പ് തണുപ്പേ. जा रहा है क्या? एक बार पैदल पैदल घूमे. അപ്പോൾ വൈകുന്നേരം നടക്കാതെ വിചാരിച്ചിറങ്ങി കേട്ടോ. നമ്മൾ റൂമിൽ വന്നിട്ട് റെസ്റ്റൊന്നും എടുത്തില്ല, ബാഗ് വെച്ച് ഇറങ്ങി പോന്നു. നൈനിതാളിൻ്റെ ലേക്കിന് ചുറ്റും രാത്രി 11 മണിക്ക് ഒന്ന് റൗണ്ട് ചെയ്യാമെന്ന് വെച്ചു. വന്നതിൻ്റെ ഒരു ത്രില്ല്, നൈനിതാൾ എത്തിയതിൻ്റെ ഒരു ത്രില്ല്. അപ്പം പിന്നെ ആദ്യമായിട്ട് നമ്മൾ നൈനിതാൾ എത്തിക്കഴിയുമ്പം ആ ഒരു ലേക്കിന് ചുറ്റും ഒന്ന് വട്ടം കറങ്ങണ്ടേ. അപ്പോൾ നൈനിതാളിലെ ലേക്കിന് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പും നല്ല ലൊക്കേഷനൊക്കെ കേട്ടോ. അടിപൊളി പ്ലേസാണ്. ഈ ലേക്കിനൊക്കെ സൈഡുകളിൽ ഇഷ്ടം പോലെ വലിയ വലിയ ഹോട്ടലുണ്ട്. പക്ഷേ റേറ്റൊക്കെ 3000-4000 മുകളിലാണ് 1 ഡേ സ്റ്റേ ചെയ്യാൻ. ഇവിടെ ഒരു പള്ളി ഉണ്ടെന്ന് കേട്ടോ, പഴയൊരു പള്ളിയാണെന്ന് തോന്നുന്നു. അതിൽ നമുക്ക് നെറ്റ് നോക്കിയപ്പം പഴയൊരു പള്ളി ഉള്ളതായിട്ട് കണ്ടായിരുന്നു. അതായിരിക്കണം. ഏതായാലും നമുക്ക് നാളെ രാവിലെ ആ പുറകെ കാണുന്ന പള്ളിയിൽ നിന്ന് കയറി നോക്കാം. അപ്പം നേരെ റൂമിലേക്ക് പോവാണ്. 10-11 ആയി. ഇനി ഇന്നത്തെ ക്ഷീണം കടത്തി തീർത്തിട്ട് നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് വരാം. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം, ഷാ ഗസ്റ്റ് ഹൗസ്. ഇവിടെ നിന്നൊരു ഇടവഴിയുണ്ട് താഴേക്ക്. ഈ ഇടവഴി നേരെ ചെന്ന് കഴിഞ്ഞാൽ നേരെ മുന്നിൽ കാണുന്ന ഒരു ഷാ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ സ്റ്റേ.